ഇവിടെ ആകാശത്തൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ഒരുത്തൻ ഒരു ചെറിയ കുട്ടിയെ കണ്ടു. ഈ ലോകത്തിലെ കഷ്ടപ്പാടൊന്നും അറിയാതെ ആ മുഖം കണ്ടതും അവന് മനസ്സിൽ സന്തോഷം വന്നു. എന്നാൽ പെട്ടെന്ന് ആ ട്രെയിൻ ഒരു സ്ഥലത്ത് നിന്നു. ഡോർ തുറന്നതും നരകത്തിലേക്ക് പോകേണ്ട എല്ലാ ആത്മാക്കളെയും വലിച്ചു കൊണ്ടുപോയി. അത് കണ്ടിട്ട് ആ കുട്ടിയും പേടിച്ച് കരയാൻ തുടങ്ങി. ഇവൻ അവളെ സമാധാനപ്പെടുത്താൻ ട്രൈ ചെയ്തു നോക്കി. എന്നാൽ അതിനുള്ളിൽ ആ കുട്ടിയുടെ അച്ഛനെയും അമ്മയെയും ഉൾപ്പെടെ വലിച്ചുകൊണ്ടുപോയി. അത് കണ്ടിട്ട് ഇവൻക്ക് തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം കുറച്ചു നേരത്തിനു മുമ്പാണ് അവർ സന്തോഷമായിരിക്കുന്നത് കണ്ട് 3 പേരും സ്വർഗത്തിലേക്ക് എത്തുമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആ കുട്ടിയെ മാത്രം ഒറ്റക്കാക്കിയിട്ട് അവളുടെ പാരന്റ്സും നരകത്തിലേക്കാണ് പോയത്. കുറച്ചു നേരം കഴിഞ്ഞ് നോക്കിയാൽ ഒറ്റക്കിരുന്ന ആ കുട്ടിയെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ സ്വർഗത്തിലുള്ളവരും ആ കുട്ടിയെ കണ്ടത് ഒരു ചോദ്യം പോലും ചോദിക്കാതെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവരുടെ കൂടെ പോയതും ആ കുട്ടിയും സന്തോഷത്തോടെ ഇവൻക്ക് ബായ് പറഞ്ഞു. ഇവനും കുട്ടി സേഫ് ആയല്ലോ എന്ന് വിചാരിച്ച് ബായ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. എന്നാൽ വേറൊരു സൈഡിൽ നോക്കിയാൽ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും കുട്ടിയെ മാത്രം കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് ആ നരകത്തിന്റെ കവാടത്തിൽ നിന്ന് കെഞ്ചി കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവർ പറയുന്നതൊന്നും മൈൻഡ് ചെയ്യാതെ നരകത്തിലേക്ക് തള്ളിയിട്ടു. നരകത്തിലേക്ക് എത്തിയിട്ടും ഞങ്ങളെ മാത്രം എന്താ നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് കാവൽക്കാരനും ഒരു ഓഡിയോ അവരെ കേൾപ്പിക്കുന്നത്. അതിൽ അവർക്ക് ആദ്യം ഉണ്ടായ കുട്ടിയുടെ സൗണ്ട് കേട്ടു. അമ്മ, അച്ഛ, എനിക്ക് ലോകത്ത് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് ഇപ്പൊ ഒരു കുട്ടി വേണ്ട എന്ന് പറഞ്ഞ് അവർ ഒരു തെറ്റായ തീരുമാനം എടുത്തിരുന്നു. ഈ ലോകത്ത് ജനിക്കുന്ന ഓരോ ജീവനും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് പെറ്റവർ പോലും എടുക്കേണ്ട തീരുമാനമല്ല. സോ അതും കേൾക്കാതെ ഇവർ എടുത്ത തീരുമാനത്തിൽ അവരെ നരകത്തിലേക്ക് തന്നെ അയച്ചു.